الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم، ومن يغفر الذنوب إلا الله، ولم يصروا على ما فعلوا وهم يعلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സദാ സന്ദർഭത്തിലും നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സകല പ്രവർത്തനങ്ങളും അവൻ്റെ മാലാഖമാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന ഭാഗത്തിൽ ഏറെ ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അവസാന ഭാഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈയൊരു സന്ദർഭത്തിലും ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നും അവസാനത്തെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇതുവരെയുള്ള ദിനരാത്രങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു സമാധാനത്തിലും ഒരു സന്തോഷത്തിലുമൊക്കെയാണ് നമ്മളുള്ളത്.
ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുമ്പോൾ ഏറെ സജീവമായി ഏറെ ആവേശത്തോടുകൂടെ ഇബാദത്തുകൾക്ക് താല്പര്യം കാണിക്കുകയും ഇനിയുള്ള രാവുകളെയൊക്കെ സജീവമാക്കി നിലനിർത്തുവാൻ, ലൈലത്തുൽ ഖദ്റിൽ അർഹരാകാൻ, അതിൽ ഉൾപ്പെടാൻ അതിനുള്ള പരിശ്രമവും പ്രാർത്ഥനയുമാണ് ഇനി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ ആരംഭ ശൂരത്വം കാണുന്ന നമ്മുടെ മസ്ജിദുകളെ പോലെയോ നമ്മുടെ ആളുകളെ പോലെയോ ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഒക്കെ ആദ്യമൊക്കെ ഏതൊരു തരത്തിലുള്ള ആവേശവും താല്പര്യവുമായിരുന്നോ കാണിച്ചത്, അതിനേക്കാൾ ആവേശവും താല്പര്യവും അവസാനത്തെ ഭാഗം എത്തുമ്പോഴേക്കുണ്ടാവും. പക്ഷേ നമ്മുടെ മസ്ജിദുകൾ പലപ്പോഴും അവസാന സമയത്തെത്തുമ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ദിനരാത്രങ്ങളിൽ ദിവസങ്ങളിലൊക്കെ ജമാഅത്ത് നമസ്കാരങ്ങൾക്കൊക്കെ പള്ളികളിൽ ആളുകൾ സജീവമാണെങ്കിൽ കടകളൊക്കെ നേരത്തെ തന്നെ അടച്ച്, അതുപോലെ തന്നെ ജോലികളൊക്കെ നേരത്തെ തന്നെ മതിയാക്കി, മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ആദ്യത്തെ ദിനരാത്രങ്ങളിൽ തറാവീഹ് നമസ്കാരത്തിനൊക്കെ പള്ളികളിലേക്ക് സജീവമായിരുന്ന ആളുകൾ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ മറ്റു പല തിരക്കുകളിലുമാണ്. എന്തോ നമ്മെ ഒന്ന് പിന്നോട്ട് വലിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരുന്ന പള്ളികളൊക്കെ അതൊക്കെ 4, 5, 3 സഫുകളൊക്കെ ആയി മാറുന്ന ഒരവസ്ഥ പലപ്പോഴും പല ഇടങ്ങളിലുമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ഖദ്ർ ഒരു നിസ്സാര സംഭവമല്ല. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നാം പ്രയത്നിച്ചാൽ പോലും നമുക്ക് അസാധ്യമായ അത്രയും പ്രതിഫലമാണ് റഹ്മാനായ റബ്ബ് ആ ഒരു രാവ് കൊണ്ട് നമുക്ക് നൽകുന്നത്. അത് നഷ്ടപ്പെടുക എന്നാൽ അതൊരു മഹാനഷ്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ലഭിക്കുക എല്ലാവർക്കും ലഭിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണോ അതിന് അർഹരായവർ അവർക്ക് അള്ളാഹു നൽകൂ. അങ്ങനെ അള്ളാഹു എന്നെ പിന്നോട്ട് മാറ്റുന്നുണ്ടോ, പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട്, ഞാൻ എന്റെ ഇച്ഛകൾക്ക് വിധേയമായിക്കൊണ്ട് അതിന്റെ താല്പര്യം എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, അതിന്റെ നഷ്ടമായി തീരുമോ എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ സഹോദരങ്ങളെ സജീവമായ ഇബാദത്തുകളിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദാ ദഖലൽ അശ്റു ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. തന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തിക്കൊണ്ട് അവസാന 10 ആകുമ്പോൾ അതിന്റെ രാവുകളെ സജീവമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ഒരുങ്ങിയിറങ്ങും. ഒറ്റയായ രാവുകൾ പലതും നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന പല രാത്രികളും നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിക്കുക, നമ്മൾ ആ രാത്രികളെ എങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സകലമായ പാപങ്ങളും റഹ്മാനായ റബ്ബ് അഡ്വാൻസ് ആയി തന്നെ പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച ആ പ്രവാചകൻ, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിന്റെ രാവുകളെ സജീവമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ, തന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തിയിട്ടുണ്ട് എങ്കിൽ, മുമ്പൊന്നും കാണിക്കാത്ത ആവേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 കാണിച്ചിട്ടുണ്ട് എങ്കിൽ എന്താ നമ്മുടെ സമീപനം? നമ്മൾ എങ്ങനെയാണ് ഈ അവസാനത്തെ 10 പരിഗണിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ഒറ്റയായ രാവുകളെങ്കിലും അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വന്ന് ഇഅ്തികാഫിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. നമ്മൾ നമ്മോട് സ്വയം ചോദിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ ശരി, നഷ്ടപ്പെട്ടത് നമുക്ക് കഴിഞ്ഞുപോയി. കുറ്റബോധവും പ്രയാസവും നമ്മുടെ മനസ്സിലുണ്ട്. ശരി, ഇനിയുമുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദിവസങ്ങൾ. അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും ശരിയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇനിയും ദിവസങ്ങളുണ്ട്. എങ്ങനെ സമീപിക്കാനാണ്, എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ തയ്യാറാവുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ, 10 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാണ്, ഇഅ്തികാഫിലാണ്. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് വരെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ. തുമ്മ അത്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, അതിനുശേഷവും നമ്മുടെ ഉമ്മമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഇത്തികാഫിരുന്നിട്ടുണ്ട് പള്ളിയിൽ. റസൂലുള്ളാഹി ഇത്തികാഫിരുന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, എല്ലാവർക്കും അത് സാധ്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സാധ്യമാകുന്ന ആളുകൾ പള്ളിയിൽ ഇരിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഈ വിലപ്പെട്ട രാവുകളും പകലുകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായത് അള്ളാഹുവിന്റെ ഭവനങ്ങളിലെ ഇത്തികാഫാണ്. ഇനി ഫുള്ളായിട്ട് 10 ദിവസം കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ രാത്രികളിൽ നമുക്ക് പറ്റൂലേ? ഒരുപാട് ആളുകൾ പറ്റുന്നവരില്ലേ? നമ്മൾ ആ രൂപത്തിൽ എങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത്? സ്വയം ആലോചിക്കുക. ഇനി എല്ലാ രാത്രികളിലും പറ്റുന്നില്ലെങ്കിലും ആ ഒറ്റയായ രാവുകളിലെങ്കിലും മറ്റെല്ലാ തിരക്കുകളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന സാധ്യത കൂടുതലുള്ള ആ രാവുകൾ അതെനിക്ക് ലഭിക്കണം, അതെനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ചിന്തയോടെ സഹോദരങ്ങളെ ഇനിയുള്ള രാവുകളെങ്കിലും ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസവും ഇരുന്നിട്ടുണ്ട്. നമ്മൾ കുറഞ്ഞ സമയങ്ങളെങ്കിലും, ഇനി ഒരു ദിവസം കംപ്ലീറ്റ് പറ്റുന്നില്ല, ഒറ്റയായ ദിവസങ്ങളിൽ പകുതി സമയമെങ്കിലും, അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം പള്ളിയിലേക്ക് വന്നിട്ട് അതിനുശേഷമുള്ള സമയങ്ങളെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ സഹോദരങ്ങളെ അതിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ അത് വല്ലാത്തൊരു നഷ്ടമാണെന്ന തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. സ്ത്രീകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരവും അവിടുത്തെ ഭാര്യമാരൊക്കെ പള്ളിയിൽ ഇത്തികാഫിരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല എന്നാണ്. സ്ത്രീകൾക്കും അത് സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ റമദാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മോട് യാത്ര പറയും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത വെള്ളിയാഴ്ച റമദാൻ ആയിരിക്കുമോ അല്ലേ നമുക്കറിയില്ല. റമദാൻ നോമ്പെടുത്തിട്ടായിരിക്കില്ല ഒരു പക്ഷെ നമ്മൾ ഇവിടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുക. ഒരു പക്ഷെ ഈദിന്റെ സുദിനത്തിലായിരിക്കും. പക്ഷേ അന്നേക്ക് ആ റമദാൻ നമ്മോട് യാത്ര പറയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. റഗിമ അൻഫു റജുലിൻ അദ്റക റമദാൻ, റസൂലേ, ഒരു മനുഷ്യന് റമദാനിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ട് ഫലം യുഗ്ഫറ ലഹു, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ നബിയെ, ഖുൽ ആമീൻ, നിങ്ങൾ ആമീൻ എന്ന് പറയണമെന്നാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചത് മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആമീൻ പറഞ്ഞിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉറപ്പായിട്ടും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും, സംശയം വേണ്ട. നമ്മൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുമോ? നമ്മുടെ പാപങ്ങൾ നമ്മുടെ റബ്ബിനോട് ഏറ്റുപറയാൻ കഴിഞ്ഞ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? തൗബ ചെയ്തിട്ടുണ്ടോ? പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടോ? എല്ലാം റബ്ബിലേക്ക് ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ മനുഷ്യ സഹജമായ പാപക്കറകളൊക്കെ കഴുകിക്കളയാൻ ഉള്ള ഒരു അവസരമാണ് റമദാൻ. വിശ്വാസികൾക്ക് ആവേശവും ആനന്ദവും സന്തോഷവും പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഇന്നലകളിൽ മനുഷ്യരല്ലേ. കുല്ലു ബനി ആദമു ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റ് സംഭവിക്കുന്നവരാണ്, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. പക്ഷേ ആ അബദ്ധങ്ങളൊക്കെ പൊറുപ്പിക്കാൻ വേണ്ടി പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് വഖൈറുൽ ഖത്താഇൻ, ആ തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ്. നമ്മൾ തൗബ ചെയ്തോ? അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? ദൈർഘ്യമേറിയ ഖുർആൻ പാരായണങ്ങൾ നടത്തി, ദൈർഘ്യമേറിയ സുജൂദുകളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് സുജൂദുകളിൽ കിടന്നു. ഏറ്റവും അവസാനത്തെ 10 നമ്മുടെ ഉമ്മാക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ അങ്ങേ അറ്റം മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, എന്നോട് നീ മാപ്പ് കാണിക്കണേ, മാപ്പ് ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടോ? അർത്ഥം അറിഞ്ഞുകൊണ്ട് തൗബ ചെയ്തിട്ടുണ്ടോ? നമ്മൾ
പരിശോധിക്കണം സഹോദരങ്ങളെ. ഇനി നമ്മുടെ മുമ്പിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ല, സ്വർഗത്തിലേക്ക് പോകുന്ന താല്പര്യം കാണിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഈ വിഭാഗത്തെ അല്ലാഹു എണ്ണി പറയുന്നത് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഒരു വിഭാഗം ആളുകൾ ആരാണവർ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, നീചകൃത്യങ്ങൾ തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ, ഔ ളലമൂ അൻഫുസഹും, സ്വന്തത്തോട് അതിക്രമങ്ങൾ പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യർ, അവർ സ്വർഗാവകാശികളാണെന്നാണ്. അങ്ങനെ തെറ്റ് ചെയ്ത ആളുകൾ നരകത്തിലാണ് എന്നുള്ളതല്ല, പക്ഷെ അവർക്കുണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ്? തെറ്റുകൾ ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നവരാണവർ. അള്ളാഹുവേ, പാപമോചനം തരണേ, മാപ്പ് നൽകണേ, നിന്നോട് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു പോകാനുള്ള മനസ്സുള്ളവരാണവർ. മനുഷ്യരെ, നിങ്ങൾ ചെയ്തു പോയ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാൻ റഹ്മാനും റഹീമുമായ വജൂദും ഗഫാറുമായ റബ്ബല്ലാതെ മറ്റാരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ? കാരുണ്യവാനായ സ്നേഹനിധിയായ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ, ഗഫൂറായ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ, ഖാബിലു തൗബായ റഹ്മാനായ റബ്ബല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ആരുണ്ട്? ഒന്ന് ചോദിച്ചൂടെ? ഒന്ന് തിരിഞ്ഞു നടന്നുകൂടെ? ഒന്ന് പാപമോചനം നടത്തിക്കൂടെ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. എന്നിട്ട് ആ വിശ്വാസികളുടെ അടയാളം ഒന്നുകൂടെ അല്ലാഹു പറയുന്നത് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവരുടെ പ്രത്യേകത, അവർ ചെയ്തു പോയത് അബദ്ധമാണ്, തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ ഓർത്ത് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി പാപമോചനം നടത്തിയാൽ പിന്നെ വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, ആ ചെയ്ത പ്രവർത്തനത്തിലേക്ക് പിന്നെ അവർ അറിഞ്ഞുകൊണ്ട് പോവുകയില്ല. മനഃപൂർവം ആ തൗബ ചെയ്ത തെറ്റിലേക്ക് തന്നെ അവർ തിരിഞ്ഞു പോവുകയില്ല. അല്ലേ? തൗബ ചെയ്ത് പിറ്റേന്ന് നോമ്പ് കഴിഞ്ഞു, പിന്നെ ആ പ്രവർത്തനത്തിൽ തന്നെയാണ്. പിന്നെയും തോന്നുമ്പോ തൗബ ചെയ്യാ. പിന്നെ ആ ഏർപ്പാട് വിശ്വാസികളുടേതല്ല. അത് സ്വർഗാവകാശികളായി വിശ്വാസികളുടെ അടയാളമല്ല. മറിച്ച് തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക, അവരാണ് വിശ്വാസികൾ. അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ, സംഭവിച്ചു പോയ പാപങ്ങൾ, അതൊക്കെ ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിക്കുന്നത് ആരെയാ? നമ്മളെയാണ്, വിശ്വാസമുള്ളവരെ. അല്ലേ? തൗബ ചെയ്യേണ്ടത് എന്തോ വലിയ തെറ്റ് ചെയ്ത മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യരാണ്, മുഅ്മിനുകളാണ്, മുത്തഖികളാണ്. തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇഖ്ലാസോടുകൂടെ തൗബത്തുൻ നസൂഹ, മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണം. മനസ്സറിഞ്ഞുകൊണ്ട് വേണം തൗബ ചെയ്യാൻ. പുറമോടിയായിട്ട് ഒരു അഭിനയം അതല്ല. അങ്ങനെയാണെങ്കിൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും റബ്ബങ്ങ് മായ്ച്ചു കളയും. അതൊക്കെ അവൻ പുറത്തു തരും. മാത്രമല്ല, വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഭാഗത്തുകൂടെ നദികളൊഴുകുന്ന സുന്ദരമായ തോട്ടങ്ങളുള്ള സ്വർഗത്തിലേക്ക് അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തെറ്റുകൾ സംഭവിച്ചു പോയവരെ കുറിച്ചാണ്, ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയവരെ കുറിച്ചാണ്. അല്ലേ? തൗബ നസൂഹാവണം, തൗബ ആത്മാർത്ഥമാവണം. തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പല നിബന്ധനകളുണ്ട്.
അല്ലേ? ഒന്നാമത്തെ നിബന്ധന നമുക്കറിയാം, അൽ-ഇഖ്ലാഉ അനിൽ മഅസിയ, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് മാറണം. റമദാൻ കഴിഞ്ഞാൽ പിന്നെയും ചെയ്യുന്നല്ല, സാഹചര്യം വന്നാൽ ഇനി ഉണ്ടാകുന്നല്ല. ആ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി ഇനി ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ആവണം. പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം. സംഭവിച്ചു പോയ തെറ്റിനെ ഓർത്തുകൊണ്ട് വല്ലാത്ത ദുഃഖമുണ്ടാവണം, സങ്കടമുണ്ടാവണം, കുറ്റബോധമുണ്ടാവണം, മനപ്രയാസം ഉണ്ടാവണം. ഇനി ഒരു അവസരത്തിലും ഏത് രൂപത്തിലുള്ള സാഹചര്യങ്ങൾ തിണങ്ങിയാലും മനഃപൂർവ്വം ആ തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടാവണം. 3 നിബന്ധനകളുണ്ട്. തീർത്ത് തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോഴേ തൗബ നസൂഹയാ പോകും, അപ്പോഴേ തൗബ സ്വീകരിക്കപ്പെടുകയുള്ളൂ. തീർത്തും അതിൽ നിന്ന് മാറി നിൽക്കണം. മനപ്രയാസം ഉണ്ടാവണം, ചെയ്തു പോയതിൽ ഇനി മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടാവണം. ഈ 3 നിബന്ധനകൾ ഉണ്ടാവണം തൗബക്ക്. ഇനി തൗബ ചെയ്യുന്നത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ. ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ വേറൊരാളെ ആക്രമിച്ചിട്ടുണ്ട്, ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അതിനകത്ത് ഒന്നുകൂടെയുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിൽ അത് കൊടുക്കണം, എന്നിട്ട് തൗബ ചെയ്യണം. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയതാണെങ്കിൽ അയാളെ കണ്ട് മാപ്പ് ചോദിക്കണം, പൊരുത്തപ്പെടിപ്പിക്കണം, എന്നിട്ട് വേണം തൗബ. ഇതാണ് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടത്. പടച്ചവനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ 3 കാര്യങ്ങൾ. ഇതാണ് തൗബ. ഈ രൂപത്തിൽ തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ സഹോദരങ്ങളെ, പലരും തൗബ മാറ്റി വെക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് തെറ്റുകളൊക്കെ മനുഷ്യർ ചെയ്തു പോയിട്ടുണ്ടാകും, ഒരുപാട് തിന്മകൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. ഇനി ഞാൻ എങ്ങനെയാ പടച്ചവനോട് ചോദിക്കുക? പടച്ചവനൊക്കെ എനിക്ക് പുറത്തു തരുമോ? ഇങ്ങനത്തെ പല ചിന്തകളുമാണ്. എന്നിട്ട് ആ തെറ്റിലൂടെ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിലെ 53-ാമത്തെ വചനത്തിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ അങ്ങേ അറ്റത്തെ ആഹ്ലാദം പകർന്നു തരുന്ന, വല്ലാത്ത സന്തോഷവും മനസമാധാനവും നേടിത്തരുന്ന വിശുദ്ധ ഖുർആനിലെ വചനമാണ്. ഖുൽ പ്രവാചകരെ, അങ്ങ് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, തന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കണക്കില്ലാത്ത തിന്മകൾ ചെയ്തു പോയ എന്റെ അടിമകൾ. നോക്കൂ, റബ്ബ് വിളിക്കുന്നത് ഒരുപാട് തെറ്റുകൾ ചെയ്ത, ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, ഹറാമുകൾ പ്രവർത്തിച്ചു പോയി, അള്ളാഹു വിരോധിച്ച മാർഗങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചു പോയി, അള്ളാഹു നിഷിദ്ധമാക്കിയ സകലമായ പ്രവർത്തനങ്ങളും ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്തു പോയിട്ട് ആ മനുഷ്യനോട് റസൂലെ അങ്ങ് പറഞ്ഞു കൊടുക്കണേ, യാ ഇബാദിയ, അയാൾ എന്റെ അടിമയാണ്. നോക്കൂ, അള്ളാഹ് വിളിക്കുന്നത് എന്റെ അടിമയാണ്. ആ എന്റെ അടിമയോട് അങ്ങ് പറഞ്ഞു കൊടുക്കണേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അതിവിശാല വിസ്തൃതമായ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുതേ. അള്ളാഹ് പുറത്തു തരില്ല എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. പടച്ചോൻ എനിക്ക് മാപ്പ് തരില്ല എന്ന് നിങ്ങൾ ധരിച്ചു വെക്കരുത്. അള്ളാഹു എന്നോട് കാരുണ്യം കാണിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അവന്റെ സ്വർഗത്തിലേക്ക് അവൻ എന്നെ പ്രവേശിപ്പിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. വലാ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ തെറ്റുകൾ ഉണ്ടെങ്കിലും ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് പറയുന്നത് എന്താ? ഇന്നലകളിൽ നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ വലിപ്പവും വണ്ണവും ഓർത്തുകൊണ്ട് നിങ്ങൾ നിരാശ കാണിക്കേണ്ടതില്ല, നിങ്ങൾക്ക് നിരാശ തോന്നേണ്ടതില്ല. കാരണം റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ, സകലമായ പാപങ്ങളും പൊറുക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. സഹോദരങ്ങളെ, എന്തൊരു സ്നേഹവും കൃപയും റഹ്മത്തുമാണ് നമ്മുടെ റബ്ബിന് നമ്മോടുള്ളത്. ആ റബ്ബിനോട് ഏറ്റുപറയാൻ നമുക്ക് മനസ്സു വരുന്നുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടുകൂടെ അവന്റെ അടിയാറുകളെ ഇന്നലകളിൽ ജീവിതങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോയ നമ്മെ റഹ്മാനായ റബ്ബ് വിളിക്കുകയാണ്. നിങ്ങളൊന്ന് തിരിച്ചു വരാം, നിങ്ങൾക്ക് മനസ്സുണ്ടോ? സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഇത്രയൊക്കെ നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടു ഇന്നലകളിലെ പാപങ്ങൾ ഓർത്തുകൊണ്ട് ഒന്ന് റഹ്മാനായ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ, നമ്മുടെ സുജൂദുകളിൽ കിടന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളൊന്നും നനയിപ്പിക്കാൻ, നമ്മുടെ റബ്ബിനോട് ഏറ്റു പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തൊരു റഹ്മത്തോടെ, എന്തൊരു സ്നേഹത്തോടു കൂടെയാണ് നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിക്കുന്നത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും പൊറുക്കാൻ റബ്ബ് തയ്യാറാണ്. ഈ വിശുദ്ധ റമദാൻ സഹോദരങ്ങളെ നമുക്ക് ഏകുന്ന ഏറ്റവും മഹനീയമായ അവസാനത്തെ രാപ്പകലുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ല. ഒരു മനുഷ്യനിൽ നിന്ന് റമദാൻ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ഊരിയെടുക്കുകയാണെങ്കിൽ അവനോളം വലിയ ദൗർഭാഗ്യവാനില്ല എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ അങ്ങേ അറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ അങ്ങേ അറ്റം കാരുണ്യവാനാണ്, റഹ്മാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, അവസാന ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മാപ്പ് ചോദിക്കാനുള്ളതാണ്, തെറ്റുകൾ ഏറ്റുപറയാനുള്ളതാണ്. അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ് അവൻ പുറത്തു തരുമെന്നുള്ളത്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ സകലമായ പാപങ്ങളും ആരോടും പറയേണ്ടതില്ല സഹോദരങ്ങളെ, ആരോടും ഷെയർ ചെയ്യേണ്ടതില്ല. ഒരു പണ്ഡിതന്റെ മുമ്പിലും ചെന്ന് കുമ്പസരിക്കേണ്ടതില്ല. ഒരു ഉസ്താദിന്റെ സമീപത്തും ചെന്ന് നമ്മൾ നമ്മുടെ വേവലാദികളും ആവലാദികളും പറയേണ്ടതില്ല. ആരും അറിയാതെ നമ്മുടെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അതെങ്ങാനും അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മിൽ ആരൊക്കെ മാന്യതയുടെ മുഖംമുടികൾ, നമ്മുടെ ആരുടെയൊക്കെ മാന്യതയുടെ മുഖംമുടികൾ അരിഞ്ഞു വീഴുമെന്ന് നമുക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് അവൻ സിത്തീറാൻ, അവൻ മറച്ചു വെച്ചിട്ടുണ്ട്. ആ മറച്ചു വെച്ച പാപങ്ങൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് റഹ്മാനായ റബ്ബിനോട് ഏറ്റു പറഞ്ഞാൽ മതി. ഒരാളോട് നമ്മൾ പറയേണ്ടതില്ല. എന്തൊക്കെ ജീവിതത്തിൽ എത്ര വലിയ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പടച്ച റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ എന്ന് ആരോരും അറിയാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒന്നാനാകാശത്തേക്ക് റബ്ബ് ഇറങ്ങി വരുന്ന, ആരുണ്ടെന്നോട് ചോദിക്കാൻ, ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ തയ്യാറാണ്, പുറത്തു തരാൻ എന്ന് പറയുന്ന ആ രാത്രിയുടെ അവസാന ഭാഗങ്ങളിൽ എഴുന്നേറ്റിരിക്കുക. ഭാര്യയോട് പറയേണ്ടതില്ല, മക്കളോട് പറയേണ്ടതില്ല, കൂട്ടുകാരോട് പറയേണ്ടതില്ല. റബ്ബിനോട് നേരിട്ടിട്ട് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് ചോദിക്കട്ടെ അവർ. ആരോടും പറയേണ്ടതില്ല, ഒരു മീഡിയേറ്ററെയും ഒരു മധ്യസ്ഥനെയും വെക്കേണ്ടതില്ല. റബ്ബിനോട് നേരിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരും. സഹോദരങ്ങളെ, ഈ അവസരങ്ങൾ ഏറെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനിയും അതിൽ നിന്ന് മാറി നിന്നാൽ ഏത് സമയത്താണ് മലക്കുൽ മൗത്ത് നമ്മുടെ സമീപത്തേക്ക് വരിക എന്ന് നമുക്കറിയില്ല. അപ്രതീക്ഷിതമായി നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തൗബ സ്വീകരിക്കുന്ന സമയം മാ ലം യുഗർഗിർ, ആ മരണം വരുന്നത് വരെയുള്ളൂ. മരണം മുഖാമുഖം കാണുമ്പോ പിന്നെ പലരും പറയും തൗബ സ്വീകരിക്കണേ, ഞാൻ തൗബ ചെയ്തു. പക്ഷെ ആ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാവണം സഹോദരങ്ങളെ. ഇനിയുള്ള സന്ദർഭങ്ങൾ തൗബക്ക് വേണ്ടി മാറ്റിവെക്കാൻ, ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറ്റിവെക്കാൻ, ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ, മറ്റു തിരക്കുകളൊക്കെ കുറച്ച് സജീവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ഇനിയുള്ള രാവുകളും പകലുകളും ഒക്കെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളിന്റെ മുന്നോടിയായിട്ട്
നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാകുന്ന സകാത്തുൽ ഫിത്ർ, നോമ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഒരു പ്രായശ്ചിത്തമായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിൽ അതിനുള്ള സംവിധാനമുണ്ട്. സകാത്തുൽ ഫിത്രി തുഹ്റത്തുൽ ലിസാഇം മിനൽ ലഗ്വി വറഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പിൽ വന്ന പോരായ്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ് അത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു പ്രായശ്ചിത്തമാണ്, അത് നിർബന്ധമാണ്. അന്ന് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും കഴിക്കാനുള്ള, പെരുന്നാളിന് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബാക്കി അതുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകളൊക്കെ സകാത്തുൽ ഫിത്ർ കൊടുക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേ രൂപത്തിൽ തന്നെ ഈദ്ഗാഹ് പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇത് നമസ്കാരം ഈദ്ഗാഹിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹ ഇലൽ മുസല്ല, മുസല്ലയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ അദ്ഹയിലും ഈദുൽ ഫിത്റിലും പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതേ രൂപത്തിൽ തന്നെ അബാത്തുകൾ, ആർത്തവകാരികളായ സഹോദരികളെ പോലും നിങ്ങൾ കൂട്ടണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നമ്മുടെ ഉമ്മമാർ രേഖപ്പെടുത്തുന്നത് ഖുതുബയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലുമൊക്കെ ആർത്തവകാരികളായ സഹോദരിമാരും ഉൾപ്പെടുകയും, എന്നാൽ മുസല്ലാഹും നമസ്കാരത്തിൽ നിന്ന് അവർ മാറി നിൽക്കുകയും ചെയ്യലായിരുന്നു പതിവ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഏത് മേഖലയിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ് അവിടുന്ന് പഠിപ്പിച്ചത്, അതാണ് നമ്മുടെ വിഷയം. അത് ജീവിതത്തിൽ പകർത്താൻ, അത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കൊണ്ടുവരാൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.